മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹുവിന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് ആഴ്ചതോറും നടത്തി വരാനുള്ള സ്വലാത്തിന്റെ മജ്‌ലിസിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് നന്നാവാൻ കാരണമായ മജ്‌ലിസായി അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റജബ് മാസത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നാമൊക്കെ ധാരാളം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. പല ആളുകളും റജബ് മാസത്തിൽ നോമ്പെടുക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തഹജ്ജുദ് ദിനം നമസ്കരിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ദുആ മുടക്കാത്തവരുണ്ട്, അതുപോലെ തന്നെ ആണുങ്ങൾ ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അല്ലാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും പരിപൂർണമായ ആത്മാർത്ഥത, ഇഖ്ലാസ് നമുക്ക് വേണം. ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ അമാലുകൾ, നമുക്ക് അങ്ങനെ ചിന്തിക്കുന്നവരാണ് എന്നല്ല പറയുന്നത്, മറ്റുള്ളവർ കാണാനും അതല്ലെങ്കിൽ ആളുകൾ അഭിപ്രായം പറയാനും വേണ്ടി ആകാൻ പാടില്ല. അത് ഇഖ്ലാസില്ലാത്ത പ്രവർത്തനമാണ്. മാത്രമല്ല മുനാഫിക്കീങ്ങളുടെ അടയാളമായി പറഞ്ഞ സംഗതിയാണ്. അപ്പോൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മൾ ചെയ്യുന്നത് അത് നമ്മുടെ രഹസ്യത്തിലായാലും ജനങ്ങൾ കാണട്ടെ കാണാതിരിക്കട്ടെ ഒക്കെ ഇഖ്ലാസ് നമ്മുടെ മനസ്സിൽ വേണം. നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധിയാവണം. സലീമായ ഹൃദയത്തിന്റെ ഉടമകളായി നമ്മൾ മാറണം. അങ്ങനെ പരിപൂർണമായ നിലക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുക, അല്ലാഹു അതിന്റെ പ്രതിഫലം നൽകുക. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തഖ്വ ആഹുന. തഖ്വ എന്ന് പറഞ്ഞാൽ അത് ഇവിടെയാണ്. ഹബീബായ തങ്ങൾ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അത്തഖ്വ ആഹുന. നെഞ്ചിൽ അഥവാ നമ്മുടെ മനസ്സിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്നാണ് തഖ്വ ഉണ്ടാവേണ്ടത്. ആര് എൻ്റെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കട്ടെ വീക്ഷിക്കാതിരിക്കട്ടെ, ജനങ്ങൾ എന്ത് പറയട്ടെ പറയാതിരിക്കട്ടെ, എൻ്റെ അമലുകൾക്ക്, എൻ്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ ഖബൂലിയത്ത് ഉണ്ടാവണം എന്ന ചിന്ത നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. അങ്ങനെ ചിന്ത ഉണ്ടായി നമ്മൾ പ്രിയപ്പെട്ടവരെ രഹസ്യത്തിൽ ഇബാദത്ത് എടുക്കുകയാണെങ്കിലും അതല്ല പള്ളിയിൽ വന്ന് ജമാഅത്തിന് പങ്കെടുക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ ദുആക്കിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദുആ ചെയ്യുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. അത് വീട്ടിൽ വെച്ചാണ്, അതല്ലെങ്കിൽ ആരും കാണാത്ത സ്ഥലത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അതിലൊക്കെ നമുക്ക് കൂടുതലായി ഇഖ്ലാസ് ഉണ്ടാവണം. ജനങ്ങൾ കാണുമ്പോൾ മാത്രം ദുആ ചെയ്യുക അതുപോരാ, ജനങ്ങൾ കാണുമ്പോൾ മാത്രം ഖുർആൻ ഓതുക അതുപോരാ, ആളുകൾ പറയാൻ വേണ്ടി നിസ്കരിക്കുക. അതുപോലെ തന്നെ ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്, ദുആ നിസ്കരിക്കുന്ന ആളാണ്. ഇങ്ങനെ ജനങ്ങളോട് ഇങ്ങനെ പറയുക, അതിൽ കാര്യമില്ല. പ്രിയപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകാൻ അത് കാരണമാണ്. ഞാൻ പണ്ട് തിരൂർ ഭാഗത്ത് ജോലി ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു ഹാജിൽ നിന്ന് കേൾക്കാൻ സാധിച്ച കാര്യമാണ്. ഒരാൾ പറഞ്ഞതായി, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, തഹജ്ജുദ് എനിക്ക് ഇശാഇന്റെ സമയത്ത് ഭയങ്കര ക്ഷീണം, അപ്പൊ ഏതായാലും ഞാൻ തഹജ്ജുദ് നിസ്കരിക്കണല്ലേ, ആ സമയത്ത് എന്ത് ചെയ്യാ, ഇശാ നിസ്കരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ നീക്കുമ്പോ 7 മണി കഴിക്കണം. ഇപ്പൊ എന്തായി, തഹജ്ജുദും മുടങ്ങി, തഹജ്ജുദും പോയി, സുബഹികളായി. അപ്പൊ ഈ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട് എന്ന് ജനങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് വിട്ടിത്തരാണ്. കാരണം തഹജ്ജുദും മുടങ്ങി, ഇശാവും പോയി, സുബഹിയും പോയി. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കുണ്ട് എന്നല്ല പറയുന്നത്. അതൊന്നും നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. എന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു അറിയണം, അല്ലാഹുവിൽ നിന്ന് പരിപൂർണമായ നിലയ്ക്ക് ഖബൂലിയത്ത് ഉണ്ടാവണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഖ്വ ഉണ്ടാവാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മോട് പറഞ്ഞു. തഖ്വ ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ അമലുകളിൽ തഖ്വ ഉണ്ടായാൽ, അല്ലാഹുവിനെ പേടിയും സൂക്ഷ്മതയും ഉണ്ടായാൽ, അല്ലാഹു നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകും. അല്ലാഹു തആല നൽകുമാറാവട്ടെ. വിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാനിലൂടെ അല്ലാഹു തആല പറഞ്ഞത് കാണാം, ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലമുല്ലാഹ് വയഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്ത് ആൽ ഇംറാൻ 29-ാമത്തെ ആയത്താണ്.
ഖുൽ നബിയെ തങ്ങൾ പറയുക, നിങ്ങൾ മനസ്സിൽ മറച്ചു വെച്ച കാര്യങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിൽ മറച്ചു വെച്ച കാര്യങ്ങളും വെളിവാക്കിയ കാര്യങ്ങളും അത് അല്ലാഹു അറിയുന്നതാണ്. ആകാശഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, രക്ഷിക്കുന്നുണ്ട്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനാണ്, എല്ലാവരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ മറച്ചു വെച്ച കാര്യങ്ങൾ, കണ്ണിന്റെ കട്ടുനോട്ടം ആരറിഞ്ഞിട്ടില്ലെങ്കിലും അല്ലാഹു അറിയുന്നുണ്ട്. മറ്റൊരു ആയത്തിൽ കാണാം, യഅലമു ആയിനത്തൽ ആയനി വമാ തുഫിസ് സുദൂർ. ഓ മനുഷ്യാനി, ഹൃദയത്തിൽ മറച്ചു വെച്ച കാര്യം, അതുപോലെ തന്നെ കണ്ണിന്റെ കട്ടുനോട്ടവും അതിനാഥനായ റബ്ബ് അറിയുന്നുണ്ട്, അല്ലാഹു കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തഖ്വ വേണം. തഖ്വയുള്ള ആളുകളിൽ നിന്നാണ് അല്ലാഹു തആല സ്വീകരിക്കുക. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ള ആളുകളിൽ നിന്നാണ് അല്ലാഹു തആല അമലുകൾ കബൂൽ ചെയ്യുക എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനമാവട്ടെ, നോമ്പാവട്ടെ, നിസ്കാരമാവട്ടെ, മറ്റു സൽക്രമങ്ങളാവട്ടെ, ഇതിലൊക്കെ അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിക്കണം, അല്ലാഹുവിന്റെ പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കണം. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അമൽ ചെയ്യേണ്ടത്. മഹാനാകുന്ന ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 4ാമത്തെ ഖലീഫയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ ശത്രുവിനെ മലർത്തി അടിച്ചു. എന്നിട്ട് ശത്രുവിന്റെ നെഞ്ചത്ത് കയറിയിരിക്കുകയാണ്. ആ ശത്രുവിന്റെ തലയെടുക്കാനാണ്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, ആ ശത്രു പെട്ടെന്നതാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് ഒരൊറ്റ തുപ്പാണ്. ഇതങ്ങ് തുപ്പിയപ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ ശത്രുവിന്റെ നെഞ്ചിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അദ്ദേഹത്തെ ഇനി തലയെടുത്താൽ, അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞാൽ അദ്ദേഹം എന്നെ തുപ്പിയ ദേശത്തിലാകുമോ, അത് കാരണമാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിനല്ലാതെ ഒരാളെയും വധിച്ചിട്ടില്ല, ഒരാളെയും ഞാൻ കൊന്നിട്ടില്ല എന്ന് മഹാനാവുന്ന അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. കാരണം അലി റളിയല്ലാഹു അൻഹു പേടിച്ചതെന്താണ്? അദ്ദേഹം എന്നെ തുപ്പിയല്ലോ, ഈ തുപ്പിയ ദേശത്തിലാകുമോ ഞാൻ അദ്ദേഹത്തെ വധിക്കുന്നത് എന്ന് അല്ലാഹു ചോദ്യം ചെയ്യപ്പെടും. ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിലല്ലാതെ ഒരു ശത്രുവിനെയും ഒരാളെയും വധിച്ചിട്ടില്ല എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം, ആ ഹൃദയത്തിലാക്കാണ് അല്ലാഹുവിന്റെ നോട്ടം. തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു തആല നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ ഒന്നുമല്ല നോക്കുന്നത്, മറിച്ച് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു തആല നോക്കുക എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുപോലെ മറ്റൊരു ഹദീസിലും കാണാം, ഇന്ന ഫിൽ ജസദി ലമുദ്അ ഇദാ സ്വലഅത് സ്വലഅൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും നന്നായി. അഥവാ നമ്മുടെ ഹൃദയം അത് നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും നന്നായി. അത് ഫസാദായാൽ, മോശമായാൽ അവന്റെ ശരീരം മുഴുവനും മോശമായി. പറയുകയാണ്, അല അറിയണം, വഹിയൽ
ഖൽബ്, അത് ഹൃദയമാണ് എന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഉമ്മമാരെ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരാളോട് വെറുപ്പുണ്ടാകാൻ പാടില്ല, വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഹൃദയം മോശമാവുന്നത് കൊണ്ടാണ് പലപ്പോഴും അത് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവുന്നത്, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ചില വീട്ടിൽ കണ്ടില്ലേ അമ്മായിമ്മ പോര്, മരവുമായിട്ട് പോരടിക്കുന്ന സ്വഭാവം, ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ഖൽബ്, ഹൃദയം മോശമാവുന്നത് കൊണ്ടാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖൽബ് മോശമായാൽ അല്ലാഹു തആല നമ്മുടെ ഒരു അമലും സ്വീകരിക്കൂല. അതുകൊണ്ട് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു സഹാബി വര്യനാണ്. ആ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രിയപ്പെട്ടവരെ ബസ്റയിൽ ഒരു ജനാസ കൊണ്ടുപോകുന്നത് കണ്ടു കുറച്ച് ആളുകൾ. അങ്ങനെ അന്വേഷിച്ചപ്പോൾ മഹാനാവുന്ന മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു മനസ്സിലായി അദ്ദേഹം മോശമായ ഒരു ജീവിതം നയിക്കുന്ന ആളാണ്, അദ്ദേഹം വൈവിട്ട ജീവിതം നയിച്ച ആളായിരുന്നു എന്ന് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു പറയപ്പെട്ടു. അങ്ങനെ മഹാനാവുന്ന മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ ആ മനുഷ്യന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയാണ്. ആ മനുഷ്യനെ മറയെടുക്കി. അങ്ങനെ മഹാനാവുന്ന മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ഒരു തണലിൽ വിശ്രമിക്കാൻ കിടന്നു. ഉറക്കത്തിൽ അതാ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. രണ്ട് മലക്കുകളെയാണ് കാണുന്നത്. ആ മലക്കുകൾ വന്നുകൊണ്ടതായി മറടക്കിയ മനുഷ്യന്റെ കബറത കീറുകയാണ്. എന്നിട്ട് ആ മനുഷ്യനെ അതാ നിരീക്ഷിക്കുന്നു. ആ മലക്കിൽ നിന്ന്, രണ്ട് മലക്കിൽ നിന്ന് ഒരു മലക്കതാ കബറിൽ ഇറങ്ങിയിട്ട് ഈ മനുഷ്യന്റെ എല്ലാ അവയവങ്ങളും പരിശോധിക്കുകയാണ്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒന്നാമത്തെ കബറിൽ ഇറങ്ങിയ മലക്കുണ്ടല്ലോ, രണ്ടാമത്തെ മലക്കിനോട് പറയുകയാണ്, ഈ കബറിൽ കിടക്കുന്ന വ്യക്തി നരകത്തിൽപ്പെട്ട ആളാണെന്ന് നിങ്ങൾ രേഖപ്പെടുത്തിക്കോ. അപ്പൊ രണ്ടാമത്തെ മലക്ക് പറയുകയാണ്, കൂട്ടുകാരാ, നീ ധൃതി കാണിക്കണ്ട. അപ്പോൾ എന്നിട്ട് ഈ രണ്ടാമത്തെ മലക്ക് പറഞ്ഞു, നീ അദ്ദേഹത്തിന്റെ കണ്ണ് പരിശോധിക്കുക. അപ്പോൾ പറഞ്ഞു, കണ്ണ് പരിശോധിച്ച് മുഴുവൻ ഹറാമുകളാണ്. എന്നാൽ കാത് പരിശോധിക്കുക, മുഴുവൻ അശ്ലീലങ്ങളാണ്, നല്ലതൊന്നും ചെവി കൊണ്ട് കേട്ടിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ നാവ് പരിശോധിക്കുക, മുഴുവൻ ഹറാമായ സംസാരങ്ങളാണ്, മറ്റുള്ളവരെ ദേഷ്യം മറ്റുള്ളവരെ തെറി പറഞ്ഞതാണ്, കുറ്റം പറഞ്ഞതാണ്. നാവും നല്ല അവയവമല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ കൈകാലുകൾ നീ പരിശോധിക്കൂ, നീ നിരീക്ഷിക്കൂ. കൈകാലുകളും പരിശോധിച്ച് അതിലും നന്മകളൊന്നുമില്ല, ഒരു നന്മയും അയാൾക്ക് പറയാനില്ല. അതുകൊണ്ട് നരകത്തിലാണെന്ന് രേഖപ്പെടുത്തൂ എന്ന് രണ്ടായി കബറിൽ അടങ്ങിയ മലക്ക് പറഞ്ഞപ്പോ അതാ ഈ ഒന്നാം മലക്കുണ്ടല്ലോ, രണ്ടാമത്തെ മലക്ക് കബറിൽ ഇറങ്ങുകയാണ്. അല്പസമയം കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ മലക്ക് പറയുകയാണ്, ഞാനതാ ഈ മനുഷ്യന്റെ ഹൃദയം പരിശോധിച്ചോ, നിരീക്ഷിച്ചോ, അത് ഈമാൻ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അതിൽ ഈമാൻ നിറഞ്ഞു കൊഴിക്കുകയാണ്. മനസ്സ് ശുദ്ധമായതാണ്, ഹൃദയം ശുദ്ധിയുള്ളതാണ്, സലീമായ ഹൃദയത്തിന്റെ ഉടമയാണ് ഈ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ കാരുണ്യം നൽകപ്പെട്ട വിജയിയാണ് ഈ മനുഷ്യൻ എന്ന് രണ്ടാമത്തെ മലക്ക് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വിജയമുള്ള കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഈ മനുഷ്യൻ അത് കാരണമാണ്. ഇമാം യാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൗദുർ റയാനീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരു അവയവവും നന്മയില്ല, എല്ലാ അവയവത്തിലും മോശം പ്രവർത്തനങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയം നല്ലതായത് കൊണ്ട് തന്നെ അദ്ദേഹം രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ട് നമുക്കും രക്ഷപ്പെടണം. അല്ലാഹു തആല തോഫീക്ക് ഹൃദയം ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. നാം പറഞ്ഞതിൽ കഠിനമായ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വാക്കുകളും കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളെ വചനം സ്വീകരിക്കുമാറാവട്ടെ.